യെസ്, തീർച്ചയായും ശക്തമായൊരു ത്രികോണ മത്സരത്തിന് പാലായിൽ കളമൊരുങ്ങുന്നു എന്നുള്ളതാണ്. അവിടെ ചില വോട്ട് കണക്കുകൾ ശ്രീജിത്ത് ഇതിനോടകം തന്നെ പങ്കുവച്ചു. 2019 തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ PC ജോർജിന് ലഭിച്ച വോട്ട് വിഹിതം. ഞാൻ മറ്റു രണ്ട് ഡേറ്റകൾ കൂടി ഒന്ന് പ്രേക്ഷകരുമായി വളരെ പെട്ടെന്ന് പങ്കുവച്ച ശേഷം ശ്രീജിത്തിലേക്ക് എത്താം. അതായത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലായിൽ എന്താണ് സംഭവിച്ചത് എന്നതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF-നും LDF-നും ഒക്കെ ലഭിച്ച വോട്ട് വിഹിതം. പാലായെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് KM മാണിയുടെ പാർട്ടിയുടെ നിലപാട്, ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ നിലപാട്. UDF-ന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് M പിന്നീട് ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുന്നു. അങ്ങനെ ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തിലേക്ക് പോകുന്നു. അങ്ങനെ വോട്ട് കണക്കുകളിൽ മാറ്റമുണ്ടാകുന്നു എന്നതാണ്. അവിടെ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ചിട്ടുള്ളത് 53,315 വോട്ടുകളാണ്. ജില്ലാ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ബ്ലോക്ക്. ഈ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ ഡേറ്റ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഇടതുപക്ഷത്തിന് ലഭിച്ചതാകട്ടെ 54,831 വോട്ട്. അപ്പോഴും NDAക്ക് ഒരു വോട്ട് വിഹിതം ഉണ്ട്. അത് 20,000-ൽ അധികം വോട്ടുകൾ തന്നെയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. 21,113 വോട്ടുകൾ നേടാൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്. അത് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ കണക്കുമായി ഏതാണ്ട് താരതമ്യം ചെയ്ത് നിൽക്കാവുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ മണ്ഡലത്തിന്റെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോഴും ഇടതുപക്ഷത്തിന് ഒരു ചെറിയ മേൽക്കൈയുണ്ട്. അത് 1,518 വോട്ടുകളുടെ മേൽക്കൈയാണ്. ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ 2021 അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ നമുക്കറിയാം മാണി സി കാപ്പനെ പോലെയുള്ള ഒരാൾ നേരത്തെ തന്നെ പാലായ്ക്ക് വേണ്ടി എപ്പോഴും പാലായിൽ സജീവമായി പാലായിൽ മത്സരരംഗത്തുണ്ടാവുകയും അങ്ങനെ ഒരു വിജയം ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന മാണി സി കാപ്പൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാണി സി കാപ്പനാണ് 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതിൽ ഡേറ്റ പങ്കുവയ്ക്കുമ്പോൾ ചെറിയ പിശകുണ്ട്, പ്രേക്ഷകർ ക്ഷമിക്കുക. മാണി സി കാപ്പന് ലഭിച്ച വോട്ട് എന്നത് 69,804 വോട്ടുകൾ എന്നതാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ജോസ് കെ മാണിക്ക് ലഭിച്ചതാകട്ടെ 54,426 വോട്ടുകളാണ്. ഡോക്ടർ J. പ്രമീളാദേവി ആയിരുന്നു അവിടെ BJPക്ക് വേണ്ടി മത്സരിച്ചത്. കേവലം 10,869 വോട്ടുകൾ മാത്രമായിരുന്നു. അപ്പോൾ BJPയുടെ കണക്ക് പ്രകാരം BJPയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ വർധന എന്നത് 100%-ലധികമാണ്. വോട്ടുകൾ ഇരട്ടിച്ച പശ്ചാത്തലം ആണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഈ ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് പൂഞ്ഞാറിൽ സ്വാധീനമുള്ള, പൂഞ്ഞാർ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ പാലായിലുള്ള സാഹചര്യത്തിൽ ഷോണിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ BJP പ്രതീക്ഷയർപ്പിക്കുന്നത്. ഒപ്പം രാഷ്ട്രീയ എതിരാളികൾ ആര് എന്നുകൂടി പറഞ്ഞതിന് ശേഷം ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. കാരണം ഈ സൂചിപ്പിക്കുന്നത് പോലെ ഉള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് മത്സര രംഗത്തേക്ക് വരുന്ന ആളുകൾ എങ്ങനെയാണ് പ്രതീക്ഷ പുലർത്തുന്നത് എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതായി നോക്കേണ്ടത്. അപ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്താണ്, അല്ലെങ്കിൽ മാണി വിഭാഗത്തിന്റെ പ്രതീക്ഷ എന്താണ്? ഷോൺ എത്തുന്നതോടെ വിജയം ഉറപ്പിക്കാം എന്നത് തന്നെയാണ് ഇവിടെ. ഇതാ ഈ ഷോണിന് നേരിടാൻ പോകേണ്ട എതിരാളികൾ സ്വാഭാവികമായും മാണി സി കാപ്പൻ, ജോസ് കെ മാണി. അതിൽ ജോസ് കെ മാണിയുടെ നോമിനി ജോസ് കെ മാണി തന്നെ ആയിരിക്കുമോ എന്നത് നമുക്ക് ഇപ്പോൾ അറിയില്ല. ഈ സ്ഥാനാർത്ഥികളിലുമൊക്കെ മാറ്റം വരാം. പക്ഷേ ഇവർ തന്നെ ആയിരിക്കും എതിരാളികളായി വരുന്നത്. അവരുടെ പ്രതീക്ഷകൾ കൂടി എന്ത് എന്നതാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഈ ഷോൺ എത്തുന്നതോടെ വിജയം ഉറപ്പ് എന്നതാണ് മാണി വിഭാഗത്തിന്റെ ഒരു പ്രതീക്ഷ. കാരണം വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയാലും തങ്ങളുടെ വോട്ടുകളിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എതിർചേരിയിൽ നിന്നുള്ള വോട്ടുകൾ ആണ് ഷോണിന് ലഭിക്കുക എന്നത് തന്നെയാണ് അവിടെ. അതായത് BJP വോട്ടുകൾ കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ മാണി സി കാപ്പനാണ് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയാണ് കേരള കോൺഗ്രസ് M-ന്റെ പ്രതീക്ഷയെങ്കിൽ മാണി സി കാപ്പനാകട്ടെ UDF അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടത് എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം മാണി സി കാപ്പൻ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിബന്ധങ്ങൾ ഉള്ള, നേരത്തെയും തെരഞ്ഞെടുപ്പിലൊക്കെ പോരാട്ടത്തിനിറങ്ങി അങ്ങനെ അടക്കം സാമുദായിക ബന്ധവും ഒക്കെ പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തനിക്കൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാണി സി കാപ്പനും പ്രതീക്ഷിക്കുകയാണ്. ഇതൊക്കെയാണ് അവരുടെ പ്രതീക്ഷകൾ എങ്കിൽ പോലും ഇതെങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് ശ്രീജിത്ത്? ഈ സൂചിപ്പിച്ചതുപോലെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്ന് നമുക്കറിയാം. 25-ൽ അതിനെയും ഉയർത്താൻ പറ്റുന്ന ഒരു ശേഷി ഷോണിൽ കാണുമ്പോൾ മറ്റ് രണ്ട് വിഭാഗങ്ങളുടെയും, അതായത് മാണി സി കാപ്പന്റെയും ജോസ് കെ മാണിയുടെയും വോട്ടുകൾ ഒരുപോലെ കുറയുന്നുവെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം. അങ്ങനെയാണോ BJPയുടെ കണക്കുകൂട്ടൽ?
തീർച്ചയായും അങ്ങനെ കണക്ക് കൂട്ടലിലാണ് BJP ഉള്ളത്. അങ്ങനെ മുന്നോട്ട് പോകാം, വളരെ മുന്നോട്ട് പോകാം. ഒരുപക്ഷെ ജയം വരെ ഉണ്ടാകാം. ഏതാണ്ട് അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ച കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1,35,000 അല്ലെ 1,40,000 വോട്ടാണ് ആകെ അവിടെ പോൾ ചെയ്യപ്പെട്ടത്. ഇത്തവണ ഒരുപക്ഷെ അതിൽ കൂടുമോ കുറയുമോ എന്നുള്ളത് വ്യക്തമല്ല, ഒരുപാട് ആളുകൾ വിദേശത്തേക്കൊക്കെ മാറിയതുകൊണ്ട്. എന്നിരുന്നാൽ തന്നെയും ഏതാണ്ടൊരു ത്രികോണ മത്സരമാണെങ്കിൽ ഏതാണ്ട് 45,000-ൽ പരം വോട്ടുകൾ കിട്ടിയാൽ തന്നെ വിജയിക്കാം എന്നുള്ളതാണ്. ഇനി അതല്ല, ഭൂരിപക്ഷത്തിലൊക്കെ വ്യത്യാസം വരുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരാം. അല്ലെങ്കിൽ ഒരു 50,000 ഒക്കെ കടന്നു പോയാൽ തന്നെ വിജയമുണ്ടാകും. അവിടെ നോക്കുമ്പോൾ BJPയുടെ കാര്യം വളരെ അകലെയാണ്. 21,000 എന്നുള്ളത് ഒരു കണക്കേ അല്ല. പക്ഷേ നമ്മൾ പല മണ്ഡലങ്ങളും BJP A ക്ലാസ് മണ്ഡലമായി വന്നിട്ടുള്ള ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളുടെയും കണക്ക് ഒരു 2009 അല്ലെങ്കിൽ 2006 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5,000 വോട്ട് കിട്ടിയ സ്ഥലത്ത് 40,000-ലേക്ക് കുതിച്ചുചാടുക. അങ്ങനെ കേരളത്തിൽ ഒരുപാട് മണ്ഡലം, ഇപ്പോൾ ചെങ്ങന്നൂർ അല്ലെങ്കിൽ ചാത്തന്നൂർ, അങ്ങനെ പല മണ്ഡലങ്ങളുടെയും കണക്കെടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു കുതിച്ചുചാട്ടമാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് BJP വോട്ടുകൾ അവിടെയുണ്ട്, അത് ഇടത് വലത് മുന്നണികളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ ഒരു ജോസ് കെ മാണി വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ UDFന് സാധിച്ചിരുന്നു. മാണി സി കാപ്പാൻ അനുകൂല തരംഗവും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അതാണ് സംസ്ഥാനത്തൊട്ടാകെ ഇടതുമുന്നണി വലിയ തരംഗമായി വിജയിച്ച സമയത്തും പാലായിൽ പക്ഷേ ജോസ് കെ മാണിയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിന് അടിതെറ്റിയത്. അത് ഒരു പ്രധാന ഫാക്ടറായി അത് തന്നെയാണ് ഉയർന്നു വന്നത്. ഇത്തവണ അതേ ഫാക്ടർ നിലനിർത്താൻ UDF ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ നിന്നാണെങ്കിലും UDFൽ നിന്നാണ്. മാണി സി കാപ്പൻ്റെ ഒരു പ്രത്യേകത അതാണ്. UDF ആണെങ്കിലും LDF ആണെങ്കിലും ജയിച്ച ആളാണ് മാണി സി കാപ്പൻ. അതിനു മുമ്പ് തുടർച്ചയായി KM മാണിയോട് പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ മണ്ഡലത്തിൽ പരിചിതനായ ഈ പാലയെ സംബന്ധിച്ച് അവിടെയുള്ള കുടുംബങ്ങളുടെയൊക്കെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊന്നാണ് കാപ്പൻ കുടുംബം. തൊട്ടിപ്പുറത്ത് KM മാണിയുടെ പാരമ്പര്യം പേരിൽ തന്നെയാണ് ജോസ് കെ മാണി എത്തിയത്. പക്ഷേ ഒരു മണ്ഡലത്തിലാകെ ഒരു ജോസ് കെ മാണി വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കണക്ക്, ഒരു 25,000 വോട്ട് BJPക്ക് കിട്ടിയിരുന്ന എൻ ഹരിയെ പോലെ ഒരു നേതാവിന് കിട്ടിയ സ്ഥലത്ത് നിന്ന് നേരെ 10,000-ലേക്ക് താഴുമ്പോൾ അവിടെ മാണി സി കാപ്പൻ്റെ ഭൂരിപക്ഷം കേവലം 15,000 ആയിരുന്നു എന്നുള്ളത് ഒരു കണക്കാണ്. ഇപ്പോൾ BJP വോട്ട് ജോസ് കെ മാണിയിലേക്കും പോയിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും തന്നെ അവിടെ സമുദായ ബന്ധങ്ങൾക്കപ്പുറം, രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം പരമാവധി വോട്ടുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് കാപ്പനാണെങ്കിലും ജോസ് കെ മാണി ആണെങ്കിലും. അതുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തിലേക്കും പോകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇപ്പോൾ രാമപുരത്താണെങ്കിലും രാമപുര ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് പള്ളികളുടെ കാര്യത്തിൽ വളരെ സാമുദായികമായ ഇക്വേഷൻസ് പരമാവധി നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നേതാക്കളാണ് ഇവിടെ. അവിടെയാണ് BJPയുടെ ഒരു യഥാർത്ഥ വോട്ട് ഈ 25,000 അല്ല എന്നവർ കണക്കാക്കുന്നത്. അത് ഷോണിനെ പോലൊരു സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി, രൂപതയുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥി കൂടി എത്തുമ്പോൾ ഈ BJPയുടെ യഥാർത്ഥ വോട്ടുകൾ ഇതിനപ്പുറത്തേക്ക് എത്തുന്നു. കൂടെ ഇത്തരം സാമുദായിക വോട്ടുകൾ എത്തുന്നു. പരമ്പരാഗതമായ ഒരാൾ 6 ടേമൊക്കെ ഒരു സ്ഥലത്ത് MLA ആയിരിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ മുക്കിലും മൂലയിലും ഒക്കെ ബന്ധങ്ങളുണ്ടാകും, കുടുംബങ്ങളുമായൊക്കെ ബന്ധങ്ങളുണ്ടാകും. അങ്ങനെ PC ജോർജിനുള്ള ബന്ധം, ഷോൺ ജോർജ് അത് തുടർന്നു വന്നത് രീതി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടം കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ കുറേ കാലമായി ഷോൺ ജോർജ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഉള്ള വ്യക്തിബന്ധങ്ങൾ ഈ രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. സാധാരണ കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ചർച്ച ഈ താമര ചിഹ്നത്തിലേക്ക്, BJP ചിഹ്നത്തിൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുമോ എന്നൊരു ചർച്ചയാണ് നടന്നത്. അത് ഒരു പരിധിവരെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. പൂഞ്ഞാർ തെക്കേക്കരയിൽ ഭരണം പിടിക്കുക, അതായത് പണ്ടവിടെ ജനപക്ഷം ഉണ്ടായിരുന്ന ഭരണം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ നേരെ BJP താമരയായിട്ട് പോലും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പാലാ മണ്ഡലത്തിലെ കാര്യമല്ല, പക്ഷേ ഈ മലയോര മേഖലയിലെ ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഈ തലനാട് പുതിയ ഡിവിഷനിൽ അവിടെ ഏതാണ്ട് 10,000-ൽ പരം വോട്ട്, ഒരു 2,000 വോട്ട് അധികമായി പിടിച്ചിരുന്നെങ്കിൽ അവിടെ ജയിക്കുക BJP ആയിരുന്നു. ഈരാറ്റുപേട്ട ബ്ലോക്ക് ഡിവിഷനിലാണ്. നോക്കൂ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊക്കെ പെട്ട സ്ഥലത്താണ് ജില്ലയിലാകെ BJPക്ക് 2 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകുന്നത് എന്നുള്ളത്. അതായത് ഈ വോട്ടുകൾ ഈ മേഖലയിലുള്ള ക്രൈസ്തവ വോട്ടുകളാണെങ്കിലും BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ അത് ഷോൺ ജോർജിൻ്റെയും PC ജോർജിൻ്റെയും സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. പക്ഷേ ഇത് പോരാ. അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു 20,000 വോട്ടിൽ നിന്ന് ഒരു 50,000 വോട്ടിലേക്ക് എത്തുക എന്നുള്ളത് പല മണ്ഡലങ്ങളിലും സാധ്യമായതാണ്. പക്ഷേ പാല പോലെയുള്ള ഒരു സ്ഥലത്ത് അത് എത്രത്തോളം, കാരണം തൊട്ടപ്പുറത്ത് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും സംഘടനാ സംവിധാനത്തിലടക്കം അത്രയധികം കരുത്തരാണ്. താഴെ തട്ടിൽ നല്ല പ്രവർത്തനവും പ്രവർത്തകരും എല്ലാമുള്ള സംവിധാനമാണ്. തൊട്ടിപ്പുറത്ത് UDFന് അനുകൂലമായൊരു
വികാരം ഒരു പരിധിവരെ നിൽക്കുന്ന മണ്ഡലമാണ് പരമ്പരാഗതമായി പാല. കാപ്പനും ജനകീയനായ നേതാവ് തന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരോട് രണ്ടു പേരോടും ഏറ്റുമുട്ടി ഷോൺ ജോർജിന് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നവരെ കാത്തിരിക്കുക എന്നത് മാത്രമാണ്. ഒരു കാര്യം ഉറപ്പാണ്, വലിയ ആത്മവിശ്വാസമാണ്, കണക്കുകൂട്ടലാണ് ഷോൺ ജോർജിനെ സംബന്ധിച്ച് അവിടെ ഉള്ളത്. വിജയിക്കാം എന്നത് തന്നെയാണ് ഷോണിന്റെ കണക്ക്. തൊട്ടിപ്പുറത്ത് ജോസ് കെ മാണിയും വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഷോൺ വരുന്നതോടെ BJP വോട്ടുകൾ ഷോൺ കൊണ്ടുപോകുന്നു. അതോടുകൂടി ജയിക്കാമെന്ന് ജോസ് കെ മാണി കരുതുന്നു. കാപ്പൻ നല്ല ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ കുറച്ചു കാലമായുള്ള പ്രവർത്തനം, ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം, ഇതെല്ലാം സംസ്ഥാനത്തൊട്ടാകെയുള്ള UDF തരംഗത്തിന്റെ ഭാഗമായി കൂടി വരുമ്പോൾ അത് തനിക്ക് ഗുണമാകുമെന്ന് കാപ്പനും കരുതുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.